ഹലോ വ്യൂവേഴ്സ്, മാങ്ങയുടെ സീസൺ കഴിയുമ്പോഴേക്കും ഒരു മാംഗോ പുഡിംഗ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു 3 മാങ്ങ, നല്ലവണ്ണം പഴുത്ത മാങ്ങ തൊലി കളഞ്ഞ് അതിൻ്റെ മാംസള ഭാഗം എടുത്ത് പഞ്ചസാര, ഏതാണ്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി വേവിച്ചെടുത്ത പൾപ്പാണത് മാംഗോയുടെ. അതുപോലെ തന്നെ പിന്നെ തയ്യാറാക്കിയത് അതിനായിട്ട് ബിസ്ക്കറ്റ്, ഏത് തരം ബിസ്ക്കറ്റ് വേണമെങ്കിലും അതിന് ഉപയോഗിക്കാം. ബിസ്ക്കറ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറിൽ ബിസ്ക്കറ്റ് പൊടിച്ചതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് ട്രേയിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഏതാണ്ട് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഒന്ന് ഉറപ്പാക്കിയിട്ട് എടുക്കാം. അതിന് ശേഷം നമുക്ക് പുഡിങ്ങിന് വേണ്ടതായിട്ടുള്ള ആ മിക്സ് ഇതിന് മേലെ ഒഴിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്തത് മാംഗോയുടെ പൾപ്പ് രൂപം പഞ്ചസാര ചേർത്ത് വേവിച്ചെടുത്തു. പിന്നെ ബിസ്ക്കറ്റ് ബട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ട്രേയിൽ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കണം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഫ്രീസറിൽ വെച്ചിരുന്നതായിട്ടുള്ള ബിസ്ക്കറ്റ് പൊടിച്ചത് ബട്ടർ മിക്സ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്, നല്ല ഉറപ്പ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചതായിട്ടുള്ള മാംഗോ പൾപ്പ് അതിൻ്റെ മുകളിൽ നിരത്താം. അതായത് ഇത് മാംഗോ പൾപ്പ് അതിൻ്റെ മുകളിലൊരു ലെയറായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിനെ ഫ്രീസറിലേക്ക് തന്നെ വെക്കാം. ഇപ്പോൾ 2 ലെയറായിട്ട് ഇതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിഭാഗത്ത് ബിസ്ക്കറ്റ് ബട്ടർ മിക്സ് അതൊരുവിധം ഉറച്ചപ്പോൾ മാംഗോ പൾപ്പ് അതും വെച്ചു. ഇനി ഒന്ന് ഉറയ്ക്കാനായിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കാം. അടുത്തതായിട്ട് ചെയ്യുന്നത് 10 ഗ്രാം ചൈന ഗ്രാസ് ചെറിയ കഷ്ണാക്കി മുറിച്ച് ഒരു ബൗളിലിടുക. എന്നിട്ട് അതിലേക്ക് അതിന് നന്നായിട്ടൊന്ന് മുങ്ങി വെക്കത്തക്ക വിധത്തിൽ പാല്, ഏതാണ്ട് 1 കപ്പ് പാല് ഒഴിച്ച് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുക. കുതിരട്ടെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഒരു ബൗളിലിട്ടിട്ട് അതിലേക്ക് അതിനെ അലിയാനായിട്ട് ഏതാണ്ട് 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. ഇത് ഒരു അരമണിക്കൂർ ഇത് രണ്ടും കുതിരാനായിട്ട് വെക്കണം, വേറെ വേറെ ബൗളുകളിലായിട്ട്. ഇപ്പോൾ ചൈന ഗ്രാസും അതുപോലെ തന്നെ ജലാറ്റിനും കുതിർന്നാവാനായിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. കുതിരാൻ പാലിൽ വെച്ചിരുന്നതായിട്ടുള്ള ചൈന ഗ്രാസ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി ഒഴിക്കുക. അതിനോടൊപ്പം തന്നെ 1/2 കപ്പ് പാലും കൂടി ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുക. ഇത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ചൈന ഗ്രാസ് ചേർത്തിട്ടുള്ള ഈ പാല്, അതുപോലെ നമ്മൾ പഞ്ചസാര കുറച്ച് ചേർത്തിട്ടുണ്ട്. ഈ പാല് അടുപ്പിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരുവിധം നന്നായി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചൈന ഗ്രാസ് പാലുമായിട്ട് യോജിച്ചു, അലിഞ്ഞിട്ടുണ്ട്. അതിൽ ഈ പരുവാകുമ്പോൾ നമ്മളതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക്, ഏതാണ്ട് 1/4 ടീൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം. ഇനി വല്ലാണ്ട് തിളയ്ക്കാൻ നിൽക്കണ്ട, ഒന്ന് നന്നായി ചൂടായി നാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായി യോജിച്ചിട്ടുണ്ട് എല്ലാതും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തണുക്കാനായിട്ട് ഇത് വയ്ക്കണം. നേരത്തെ നമ്മൾ കുതിരാൻ വെച്ചിട്ടുണ്ടായിട്ടുള്ള ജലാറ്റിൻ ഉണ്ടല്ലോ, ആ ജലാറ്റിനെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ചെറിയ ബൗളിൽ നമ്മൾ കുതിർന്നതായിട്ടുള്ള ജലാറ്റിൻ്റെ മിക്സിനെ കുറേശ്ശായിട്ട് അലിയിച്ചെടുക്കണം.
ഇത് അലിഞ്ഞു എന്നാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ജലാറ്റിനും അതുപോലെ തന്നെ പാലിൻ്റെ മിക്സും ഒരേ ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഈ സമയത്ത് ജലാറ്റിൻ ഈ പാലിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ മാംഗോ പുഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ബിസ്ക്കറ്റ് മാംഗോ പൾപ്പ് അതിൻ്റെ മുകളിലേക്ക് ഈ മിക്സിനെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഫ്രീസറിൽ നല്ലതുപോലെ സെറ്റാവാനായിട്ട് വയ്ക്കണം. ചൂട് കുറച്ചുണ്ട്. ഇപ്പോൾ രണ്ടും ഒരേ ടെമ്പറേച്ചർ ആയിരുന്ന സമയത്താണ് നമ്മൾ മിക്സ് ചെയ്തത്. ഇതിൻ്റെ ചൂട് ഒന്നും കൂടി കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. തണുത്തിട്ടുണ്ട്. അത് നമ്മൾ മാംഗോ പൾപ്പിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നു. ഇത് ഇനി ഏതാണ്ട് ഒരു 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പുഡിങ് സെറ്റായിട്ട് കിട്ടും. മാംഗോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമ്മളത് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് വെച്ചു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.